നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 469 469. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമാ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം പഞ്ചമസ്കന്ധം 8-ാം അധ്യായത്തിലെ 26-ാമത്തെ ശ്ലോകം മുതൽക്കാണെന്ന് പറയേണ്ടത്. ശ്ലോകം കിം വാ ആത്മജ വിശ്ലേഷ ജ്വരദ വദഹനാശിഖാഭി ഉപതപ്യമാനാം ഹൃദയസ്ഥല നളിനീകം ആം ഉപാശ്രിതം മൃഗീതനയം ശിശിരശാന്ത അനുരാഗഗുണിത നിജവദന സലില അമൃതമയ ഗഭസ്തിഭി സ്വധയദീദിച്ച. ഇതാണ് ശ്ലോകം. അതിൻ്റെ വാക്കാർത്ഥം പറയുമ്പോൾ, പുത്രൻ്റെ വിരഹം കൊണ്ടുള്ള താപമാകുന്ന കാട്ടുതീയിൻ്റെ ജ്വാലകളാൽ ഏറ്റവും തപിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്തിലെ താമരയ്ക്ക് തുല്യമായ ഹൃദയത്തോടുകൂടിയും, താമരയിലാണ് ഹൃദയം ഇരിക്കുന്നത്, താമര പോലെ ഉള്ള ഹൃദയം എന്നൊക്കെയാണ് അതിനർത്ഥം. അത് തപിച്ചു എന്ന് പറഞ്ഞാൽ അർത്ഥം വാടിക്കരിയുന്ന അർത്ഥം. അപ്പോൾ ഒരു പരിധിക്ക് അപ്പുറം നമ്മുടെ ശരീരം ദുഃഖങ്ങൾക്ക് അടിമപ്പെട്ടാൽ പോസിറ്റീവ് എനർജി നെഗറ്റീവായിട്ട് മാറും. അപ്പോഴാണ് സുസൈഡ് ചെയ്യണമെന്നൊക്കെ തോന്നുന്നത് ആൾക്കാർക്ക്. ഇരുന്നിട്ടിനി എന്താ കാര്യം? ഈ സർവജ്ഞനും സർവവ്യാപിയുമായിട്ടുള്ള ബ്രഹ്മചൈതന്യാണ് എൻ്റെ ഉള്ളിൽ എന്നറിയാതെ കണ്ട് ഈശ്വരൻ, ഏതോ ഒരു ഈശ്വരൻ ആകാശത്തിലിരുന്ന് എനിക്ക് ശിക്ഷ വിധിച്ചു, എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളെ നോക്കാതെ കണ്ട് എന്നെ ദുഃഖിപ്പിക്കുന്നു എന്നൊരു തെറ്റായ ധാരണയാണ് സുസൈഡിനറ്റുന്നത്. ദിസ് ഈസ് ദി എൻഡ് ഓഫ് ദി റോഡ് എന്ന് മനസ്സിലാക്കുകയാണ്. നോ, ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് ദാറ്റ്. നമ്മുടെ ഉള്ളിലുള്ള ചൈതന്യത്തിൽ കറ പുരളാതെ കണ്ട് നോക്കേണ്ടത് നമ്മുടെ കടമയാണ്. പറഞ്ഞ വിഷയോ. അതുകൊണ്ടാണ് പറഞ്ഞത്, സ്ഥലത്തിലെ താമരയ്ക്ക് തുല്യമായ ഹൃദയത്തോടു കൂടിയതും. അതായത് താമര ചളിയിലാണ്, പക്ഷേ അതിൻ്റെ നിർമ്മല്യം വളരെ മേലെയാണ്. അപ്പോൾ ആ താമരയുടെ നിർമാല്യത നമ്മൾ ശ്രദ്ധിക്കണം, അതിനെ കളങ്കപ്പെടുത്തരുത്. എന്നിട്ടോ, മാൻകുട്ടിയെ തിരിയുന്നവനുമായ എന്നെ തണുപ്പുള്ളതും ശാന്തവും സ്നേഹത്താൽ അധികരിച്ചതുമായ. ഇവിടെ സ്നേഹത്താൽ അധികരിച്ചിട്ട് നമ്മൾ ആരേനെ മാത്രമേ വിവക്ഷിക്കണ്ടു? ചൈതന്യത്തിനെ, പരമചൈതന്യത്തിനെ, പരമ്പൊരുളിനെ, പരബ്രഹ്മത്തിനെ, ചിന്മയനെ, ഹൃദയസ്ഥനായിരിക്കുന്ന ഭഗവാനെ എന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു. നമ്മൾ ഓരോരുത്തരും രക്ഷപ്പെടണം. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ശാന്തവും സ്നേഹത്താൽ അധികരിച്ചതുമായ തൻ്റെ മുഖാന്തർഭാഗത്തിൽ അമൃതതുല്യമായ ജലമയമായ ഈ നാവിന് ജലമയമില്ലെങ്കിലത്തെ സ്ഥിതി എന്താ? അകത്ത് കത്തുന്ന തീയാണ് നാവിനെ വരളിപ്പിക്കുന്നത്. അപ്പോൾ കുലസ്ത്രീയാണോ പുഞ്ചലിയാണോ ഒന്നും നോക്കില്ല, ആര് എന്ത് തന്നാലും വാങ്ങി കുടിക്കും. അവിടെയാണ്. അപ്പോൾ നിജവദന സലിലാമൃതമയ, ആ വാക്ക് തൻ്റെ മുഖാന്തർഭാഗത്തിലെ അമൃതതുല്യമായ ജലമയമായ വാക്കുകൾ ഞാൻ കേൾക്കാതെ കണ്ടുപോയില്ലോ എന്നാണ് പറഞ്ഞതേ. കിരണങ്ങൾ കൊണ്ട് ആശ്വസിപ്പിക്കുന്നുവോ എന്നും ഒക്കെ തോന്നണം. തോന്നിയിട്ടില്ലെങ്കിൽ മോശമാണ്. അപ്പോൾ അവരവർക്ക് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാനുള്ള വൈദഗ്ധ്യം ഭഗവാൻ തന്നിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ ശ്രേഷ്ഠമായിട്ടൊന്നുമില്ല. സ്വയം സമാധാനിക്കാനും മറ്റുള്ളവരെ സമാധാനിപ്പിക്കാനുള്ള വാക്ചൗതുര്യം അതെങ്ങനെയാവരുത്? ജലരേഖയാവരുത്, ഹൃദയസ്പർശായിരിക്കണം. അപ്പോൾ ഇനി അതിൻ്റെ ഭാവാർത്ഥം ശ്രദ്ധിക്കുക.
ചന്ദ്രകിരണസ്പർശം നിമിത്തം അനുഭവപ്പെട്ട ശാന്തിയെ അഭിനന്ദിച്ചു പറയുന്നു എന്നാണ്. അഭിനയിച്ചു പറയല്ല, അഭിനന്ദിച്ചു പറയുന്നു എന്നാണ്. അവിടെ ഈ അല്ല ശരിക്കത്. എന്താണ്? അഭിനന്ദിക്കുകയാണ്. പുത്രത്വേന ഞാൻ സങ്കല്പിച്ചിരിക്കുന്ന മൃഗപാലന്റെ വിയോഗം നിമിത്തമുണ്ടായ സന്താപമാകുന്ന കാട്ടുതീയിൻ്റെ ജ്വാലകൾ തട്ടിത്തളർന്നിരിക്കുന്ന സ്ഥലകമലത്തിന്, ഹൃദയകമലത്തിന് എന്നർത്ഥം. സന്താപമാകുന്ന കാട്ടുതീയിൻ്റെ ജ്വാലകൾ തട്ടിത്തളർന്നിരിക്കുന്ന സ്ഥലകമലത്തിന് തുല്യമായ ഹൃദയത്തോടുകൂടി മൃഗീപുത്രനെ, മാനിൻ്റെ കുട്ടീനെ അന്വേഷിച്ചു സഞ്ചരിക്കുന്ന എന്നെക്കുറിച്ചുള്ള കാരുണ്യം നിമിത്തം അതിശീതളവും ശാന്തവും സ്നേഹാധിക്യത്താൽ അധികമായി തീർന്ന മാർദ്ദവത്തോടും കൂടിയ തൻ്റെ മുഖത്തിൽ നിന്നു പുറപ്പെട്ട ജലരൂപമായ അമൃതകിരണങ്ങൾ എൻ്റെ ദേഹത്തിൽ വർഷിച്ച് എന്നെ ആശ്വസിപ്പിക്കുന്നുവോ എന്നിങ്ങനെ വിലപിക്കും എന്നാണ് പറഞ്ഞത്. എന്താ കവിത എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് കവിത. അല്ലാണ്ട് എനിക്കെന്തിനു ജന്മം തന്നു നീ എന്നൊന്നും ചോദിക്കരുത്. ജന്മം നമ്മൾ ചോദിച്ചു വാങ്ങിയിട്ടുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പം ഇനി അടുത്ത ശ്ലോകം 27 വളരെ ശ്രദ്ധിക്കുക. പ്രോസാണ്, അതുകൊണ്ടാണ് വായിക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ്. ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റും. ഏവം അഘടമാന മനോരഥ അകുലഹൃദയോ മൃഗധാരകാഭാസേന സ്വാരബ്ധകർമ്മണ യോഗാരംഭണതോ വിഭ്രംശിത സയോഗതാപസോ ഭഗവത് ആരാധനലക്ഷണാശ്ച കഥം ഇതരഥാ ജാത്യാന്തരയേണ ഗുണക ആസംഗ സാക്ഷാൽ നിശ്രേയസ പ്രതിപക്ഷതയാ പ്രാക് പരിത്യക്തദുസ്ത്യജ ഹൃദയാഭിജാതസ്യ തസ്യൈ ഏവം അന്തരായ വിഗതയോഗാരംഭണസ്യ രാജർഷേർഭരതസ്യ താവൻ മൃഗാർഭക പോഷണപാലന പ്രീണനലാളന അനുഷംഗേണ അവിഗണയത ആത്മാനം അഹീരീവ അഘുബിലം ദുരിതിക്രമ കാലകരാളരഭസ ആപത്യത. ഇതാണ് ശ്ലോകം. ഇതിന് വാക്കാർത്ഥം പറയുമ്പോൾ ഇപ്രകാരം സാധിക്കാതിരിക്കുന്ന ആഗ്രഹം നിമിത്തം. അപ്പം സാധിക്കാതിരിക്കുന്ന ആഗ്രഹത്തിൻ്റെ പിന്നാലെ പോവരുത്, അനർഹമായതിൻ്റെ പിന്നാലെ പോവരുത്, അർഹമായിട്ടുള്ളതിൻ്റെ പിന്നാലെ പോയിക്കോളും. ആഗ്രഹം നിമിത്തം പരിതപിച്ച ഹൃദയത്തോടുകൂടിയ യോഗയുക്തനായ ആ താപസൻ മാൻകുട്ടിയുടെ ആകൃതിയിലുള്ള പ്രാരബ്ധകർമ്മത്താൽ ഭഗവാനെ ആരാധിക്കുന്നതായ ലക്ഷണത്തോടുകൂടിയ കർമ്മത്തിൽ നിന്നും യോഗാരംഭത്തിൽ നിന്നും ചലിപ്പിക്കപ്പെട്ടു. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്ത്? നമ്മളുടെ എസ്റ്റാബ്ലിഷ്ഡ് പാത്ത് എവിടേക്ക്? സുഹൃതം കൊണ്ട് നേടാവുന്ന മുമുക്ഷത്വത്തിലേക്കുള്ള പന്ഥാവിൽ ഇരുട്ട് കയറരുത്. അവിടെ ഇരുട്ട് കയറിയാൽ ആ റോഡ് എവിടെ പോയിട്ട് അവസാനിക്കുക? പിന്നെ ആ റോഡ് എവിടേക്കാണ് വീഴുക? പിന്നെ നരകത്തിലേക്ക്. അപ്പോൾ മോക്ഷപ്രധാനത്തിന് അർഹമായ അവസ്ഥയിൽ നിന്ന് ആവശ്യമില്ലാത്ത തലവേദനകളാകുന്ന ദുഷ്വിചാരങ്ങൾ നമ്മളെ എന്ത് ചെയ്യും? തകരാറിലാക്കും. അതാണ് യോഗാരംഭത്തിൽ നിന്നും ചലിപ്പിക്കപ്പെട്ടു. മറ്റു വിധത്തിൽ എങ്ങനെ പ്രത്യക്ഷമായി മോക്ഷവിരോധി എന്ന കാരണത്താൽ. അപ്പോൾ നമ്മുടെ അവസ്ഥ എന്താവും? മോക്ഷവിരോധി. മോക്ഷത്തിന് അർഹനായ ഒരാളേനെ മോക്ഷവിരോധിയാക്കി തീർക്കണതാരാ? മായ, നമ്മുടെ പിടിപ്പുകേട്. അപ്പോൾ ഇതിനു മുമ്പ് ദുസ്ത്യജ ഉപേക്ഷിപ്പാൻ എത്രയും പ്രയാസമുള്ള സ്വസന്താനങ്ങളെ ഉപേക്ഷിച്ചിരിക്കുന്ന ഋഷിവര്യൻ. ഈ ഭരതമുനിപ്പ് ആരാ? വീടും വേണ്ട, കുടുംബവും വേണ്ട, ഭാര്യയും വേണ്ട എന്ന് പറഞ്ഞാ വന്നത്. പിന്നെ ഈ വെള്ളത്തിൽ ഭഗവാനെ തർപ്പണം ചെയ്തുകൊണ്ടിരിക്കുന്നപ്പോൾ
ഒരു മുരളിച്ച കേട്ടു. ആ മുരളിച്ച ഒരു സിംഹത്തിൻ്റെതായിരുന്നു. ആ സിംഹത്തിൻ്റെ അവലോകനത്തിൽ ഗർഭിണിയായ ഒരു പെൺമാൻ വെള്ളത്തിലേക്ക് എടുത്ത് ചാടി. അത് സ്രവിച്ചു, അതായത് പ്രസവിച്ചു. തള്ള മരിച്ചു. ആ കുട്ടിക്ക് ഇനി ആരുണ്ട് എന്ന് ഇദ്ദേഹം തന്നെ നോക്കാൻ പോയത്. ഇവിടെയാണ് ഈ അവയവദാനത്തിൻ്റെ ട്രിക്ക് കിടക്കുന്നത്. എന്താ അത് ട്രിക്ക്? വലിയ വലിയ എന്താ പറയുക, വില കൂടിയ മരുന്നുകൾ ഉണ്ടാക്കുന്ന പിന്നെ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ്, ഫാർമസി ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതിന് ചുക്കാൻ തലപ്പത്ത് ഇരിക്കുന്ന ഭിഷഗ്വരന്മാർ, അതായത് നിങ്ങളുടെ ജീവനെ രക്ഷിക്കാൻ കഴിവുള്ളവരെ എന്ന് തെറ്റിദ്ധരിക്കുന്നവർ. എങ്ങനെയാണ് ഒരു ഡോക്ടർക്ക് ഏതൊരുത്തിൻ്റെ സ്വന്തം ജീവനെ രക്ഷിക്കാനുള്ള കഴിവുണ്ടോ? ഇല്ല. അപ്പം മിഥ്യാബോധം, അവയവം കൊടുത്താൽ എല്ലാം ആയി എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുകയാണ്. അതാണ് ഭാര്യ ഭർത്താവിന്, ഭർത്താവ് ഭാര്യയ്ക്ക്, കുട്ടികൾ അച്ഛനമ്മമാർക്ക് കൃതിയാണ്. അങ്ങനെയല്ല. പിന്നെ ഈശ്വരൻ എന്തിനാ? എല്ലാ മതത്തിലുണ്ടല്ലോ ഈശ്വരൻ, അല്ലേ? അപ്പോൾ ആ ഈശ്വരനെ തൽക്കാലം നമ്മൾ ഷോക്കേസിൽ വെച്ച് എന്നെ രക്ഷിച്ചത് ഈ മരുന്നാണ്, അല്ലെങ്കിൽ ഈ 18 കോടി നിങ്ങൾ പിരിച്ചു തന്നതാണ്, അത് ആരാ തന്നെന്ന് വിചാരിച്ചാൽ അവരാണ് എൻ്റെ ഈശ്വരൻ എന്നൊക്കെ തെറ്റിദ്ധരിക്കപ്പെടുകയാണ് ചെയ്യണത്. വാസ്തവികതയെ നിങ്ങൾ ഉൾക്കൊള്ളൂ. അതുകൊണ്ട് എത്രയും പ്രയാസമുള്ള സന്താനങ്ങളെ ഉപേക്ഷിച്ചിരുന്ന അവനെ വിജാതീയ മാൻകുട്ടിയിൽ, വിജാതിയായ സ്വന്തം ജാതി അല്ലാത്ത ഒരു മൃഗത്തിൻ്റെ മുകളിൽ ഇപ്രകാരം ആസക്തി വിഘ്നത്താൽ നശിപ്പിക്കപ്പെട്ട യോഗാരംഭത്തോടു കൂടിയ രാജർഷിയായ ഭരതനെ അതുവരെ മാൻകുട്ടിയുടെ വളർത്തൽ, രക്ഷിക്കൽ, സന്തോഷിപ്പിക്കൽ, ലാളിക്കൽ മുതലായവയിൽ ചേർച്ച കൊണ്ട് ആത്മാവിനെ ഗണിക്കാതെ, അതായത് ആത്മാവ് സ്വന്തം ഹൃദയത്തിലാണേ, അല്ലാണ്ട് അമ്പലത്തിലല്ല. അവിടെ തെറ്റുപറ്റിയത് പമ്പയാറ്റിലല്ല, പെരിയാറിലും അല്ല. പറഞ്ഞ പ്രശ്നമുണ്ടോ? കന്യാകുമാരിയിലാണോ? ഇതൊക്കെ നമ്മുടെ ഉള്ളിലാന്ന് പറഞ്ഞു തരണു ഭാഗവതം. ചില മിടുക്കന്മാർ നിത്യവൃത്തിക്ക് വേണ്ടിയിട്ട് അതിനെ വിറ്റ് തിന്നണു. അവിടെയാണ് പ്രശ്നം. അപ്പോൾ ഗണിക്കാതിരിക്കെ എലിപ്പോട്ടിൽ എത്തിയ സർപ്പമെന്ന പോലെ ഭയങ്കരമായ വേഗത്തോടുകൂടിയും അതിക്രമിക്കാൻ സാധിക്കാത്തതുമായ മരണമയം പ്രാപിച്ചു. എന്തിനാ കൂടുതൽ ബിടെക്കും എംടെക്കും PhD ഒക്കെ? ജീവിക്കാനുള്ള കാശുണ്ടാക്കാൻ എല്ലാവർക്കും സാധിക്കും, വേണ്ടി വന്നാൽ. പക്ഷെ ആ വേണ്ടി വന്നാൽ എന്നുള്ള ധാരണ നമുക്ക് വരണില്ല. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയണു. ഇങ്ങനെ സ്വമനോരഥം സാധിക്കാത്തതിനാൽ, അതാണ് കാമത്തിൽ നിന്ന് ക്രോധം വരുന്നു പറയാൻ കാരണം. സാധിക്കാത്തതിനാൽ ഹൃദയം വ്യാകുലമായി തീർന്നു. മൃഗപാലന്റെ രൂപത്തിൽ ബാധിച്ച പ്രാരബ്ധ കർമ്മം നിമിത്തം യോഗാരംഭത്തിൽ നിന്ന് താഴത്തു വീണു. ആ യോഗതാപസൻ ഭഗവാന്റെ ആരാധനാരൂപമായ കർമ്മത്തിൽ നിന്നും തെറ്റി. ഇത് പ്രാരബ്ധ കർമ്മശക്തി എന്നല്ലാതെ മറ്റൊന്നാണെന്ന് പറവാൻ നിവൃത്തിയില്ല. എന്തെന്നാൽ സ്വവർഗം കൂടിയല്ല, ഒരു മാൻകുട്ടി. ഇതിൻ്റെ പേരിൽ ഇത്രയധികം താല്പര്യം ഈ വിവേകിക്ക് എങ്ങനെ ഉണ്ടാകും? മോക്ഷമാർഗത്തിന് തടസ്സമാണെന്നുള്ള വിചാരത്താൽ ഔരസപുത്രന്മാരെ പരിത്യജിച്ചാണ് ഇവിടെ വന്നിരിക്കുന്നത്. സ്വന്തം മക്കളെ രാജകുമാരെ ഏൽപ്പിച്ച് കാട്ടിൽ വന്നു. അപ്പോഴാണ് ഈ മൃഗതൃഷ്ണ ഉണ്ടായത്. അത്രത്തോളം ഹൃദയപരിശുദ്ധി ഉണ്ടായിരുന്ന ആ രാജർഷിക്ക് തന്നെ ഇങ്ങനെയൊരു വിഘ്നം നേരിടുകയായാൽ യോഗത്തിൽ നിന്ന് തെറ്റുവാനും കേവലം ഒരു മൃഗത്തെ പോലെ മൃഗബോധത്തെ പോഷിപ്പിക്കുക, പാലിക്കുക, സന്തോഷിപ്പിക്കുക, ലാളിക്കുക എന്നുള്ളതിൽ ആസക്തി വർദ്ധിപ്പിച്ചിട്ട്
ആത്മാവിനെ കൂടി ഗണിക്കാതെ ഇരിപ്പാനുമുള്ള സംഗതി വന്നത് പ്രാരബ്ധ ശക്തി എന്നല്ലാതെ മറ്റൊരു സമാധാനവും പറയാനില്ല. ആരെയും കുറ്റം പറയണ്ടെന്നർത്ഥം. എന്നിട്ടോ ഈ നിലയിൽ ഇരിക്കുമ്പോൾ തന്നെ എലിപ്പോട്ടിൽ പ്രവേശിച്ച സർപ്പമെന്ന പോലെ ആർക്കും അതിക്രമിക്കുവാൻ കഴിയാത്തതും ഭയങ്കരമായ വേഗത്തോടു കൂടിയതുമായ അന്ത്യകാലവും വന്നു ചേർന്നു എന്ന് പറഞ്ഞു. ഇനി 28-ാമത്തെ ശ്ലോകം ശ്രദ്ധിക്കാം. തദാനീം അഭി പാർശ്വവർത്തിനം ആത്മജം ഇവാനുശോചന്തം അഭിവീക്ഷ്യമാണോ മൃഗയേവാഭിനിവേശിതമന വിസൃജ്യ ലോകം ഇമം സഹ മൃഗേണ കളേവരം മൃതമനോ ന മൃതജന്മാനുസ്മൃതിരിതര വൻമൃഗ ശരീരം അവാപാം. അപ്പോഴും തന്നെക്കുറിച്ച് വ്യസനിക്കുന്ന അരികത്തിരിക്കുന്ന പുത്രനെ കുറിച്ചെന്ന പോലെ ആഭിമുഖ്യത്തോടുകൂടി നോക്കുന്നവനും മൃഗത്തിൽ തന്നെ ഉറപ്പിക്കപ്പെട്ട മനസ്സോടുകൂടിയവനുമായിട്ട് മൃഗത്തോടു കൂടി ഈ ശരീരത്തെ ഉപേക്ഷിച്ചിട്ട് മരിച്ച ശരീരത്തോടു കൂടി ഈ ജന്മത്തിലെ അനുസ്മരണം നശിക്കാത്ത വിധത്തിലുള്ള മൃഗശരീരത്തെ പ്രാകൃത പുരുഷനെ പോലെ പ്രാപിച്ചു എന്നാണ്. അപ്പോൾ എത്ര വലിയ ഒരാളാണെങ്കിലും ശരി, കയ്യിലിരിപ്പ് ശരിയല്ലാതെ കണ്ടിരുന്നാൽ ബുദ്ധിമുട്ടായി അല്ലേ? അതിൻ്റെ ഭാവാർത്ഥം കേൾക്കുക. മരണസമയത്തും മൃഗസ്മരണ തന്നെ ബലമായിട്ടുണ്ടായിരുന്നു. മരിക്കുന്ന സമയം അരികത്തിരുന്ന് ദുഃഖിക്കുന്ന സ്വന്തം പുത്രനെ കുറിച്ചെന്ന പോലെ അത്യാസക്തിയോടുകൂടി, സ്വന്തം പുത്രൻ എന്ന പോലെ അത്യാസക്തിയോടുകൂടി നോക്കിക്കൊണ്ടും മൃഗത്തിൽ തന്നെ മനസ്സുറപ്പിച്ചുകൊണ്ടും ഈ ദേഹത്തെയും മൃഗത്തെയും ഉപേക്ഷിച്ചു പോയി. സാധാരണ പ്രാകൃത പുരുഷൻ എന്ന പോലെ പിന്നെ ഒരു മൃഗമായി ജനിച്ചു. എന്നാൽ അത്ര കാലം ഭഗവാനെ ഭജിച്ചിരുന്നത് വ്യർത്ഥമായില്ല. ഇതാണ് ഇപ്പോൾ എൻ്റെ സ്റ്റാൻഡ്. ഞാൻ ഈ വൈകിയ വേളയിൽ ഇതിനെ യൂട്യൂബിലിടാൻ കാരണം എന്താ? ഇത് വായിച്ചിട്ട് എന്നെപ്പോലെ വയസ്സായിട്ടുള്ളവർക്കോ വയസ്സാവാൻ പോകുന്നവർക്കോ വയസ്സായി കഴിഞ്ഞിട്ടുള്ളവർക്കോ ആർക്കാണെങ്കിലും ശരി, ഇതിൽ എത്ര സമയം ഉപയോഗിച്ചു അത്ര സമയം നമുക്ക് ഇരട്ടി ലാഭം കിട്ടും. കാരണം എന്താ? ഇതിന് ഒരു ഗുണമുണ്ട്. ഇതവിടെ കിടക്കും മനസ്സിൽ. ഈ ജന്മം ഉപയോഗിച്ചിട്ടില്ലെങ്കിലും വരുന്ന ജന്മത്തിൽ നമ്മൾ 6, 8, 10, 12 വയസ്സ് പഠിച്ചിരിക്കും. അപ്പോൾ ശേഷം ചിന്ത്യം നന്നാവാതേണ്ടി വരില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ റെസ്പെക്റ്റീവ് ഓഫ് ദി ഏജ്, വല്ലായ്മ പൊല്ലായ്മ ഒക്കെ മറക്കുക, ഇത് കേൾക്കുക, അതവിടെ കിടക്കട്ടെ, അത് നമ്മളെ ഉപകരിക്കും. മൃഗശരീരം സിദ്ധിച്ച സമയത്തും രാജർഷിയായ ഭരതൻ എന്ന നിലയിൽ കഴിഞ്ഞ ജന്മത്തെക്കുറിച്ചുള്ള ഓർമ്മ നശിച്ചിരുന്നില്ല. കാരണം എന്താ? ഈശ്വരാനുഗ്രഹം. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു പോസിറ്റീവ് എനർജി മേലെ നിൽക്കുന്നത് അതന്നെ. 29-ാമത്തെ ശ്ലോകം. തത്രാഭിഹവ ആത്മനോ മൃഗത്വകാരണം ഭഗവത് ആരാധന. ഭഗവത് ആരാധനയാണ് കാരണം. സമീഹാനുഭാവേന അനുസ്മൃത്യ വൃഷം അനുതപ്യമാന ആഹാ. ആ ജന്മത്തിലും ഭഗവാന്റെ ആരാധനം ചെയ്തതിൻ്റെ മാഹാത്മ്യത്താൽ തനിക്ക് മൃഗമാവാനുണ്ടായ കാരണത്തെ ഓർത്തിട്ട് ഏറ്റവും പശ്ചാത്തപിക്കുന്നവനായിട്ട് പറഞ്ഞു. അവിടെയാണ് എൻ്റെ ഭാവാർത്ഥം. ഭഗവാനെ ആരാധിച്ചതിൻ്റെ മാഹാത്മ്യത്താൽ ഈ അവസ്ഥയിലും തനിക്ക് മൃഗജന്മം സിദ്ധിപ്പാനുണ്ടായ കാരണത്തെ ഓർത്ത് പശ്ചാത്താപത്തോടുകൂടി തൻ്റെ ഹൃദയത്തിൽ തന്നെ ഈ വിധം വിചാരിച്ചു. ഈ ഒരു വിചാരം നമ്മളെയും ബാധിക്കണം. എന്നാൽ എന്താകും? ജഡഭരതനായിട്ട് ജനിക്കാൻ പറ്റും. ആദ്യം മാനാവും. മാനായിട്ട് സംഘം കൂടാതെ കണ്ട് ഒരു ഋഷീശ്വരൻ്റെ പർണശാലയിൽ മന്ത്രധ്വനികളും ആചാരാനുഷ്ഠാനങ്ങളുടെയും ഭാഗമായിട്ട് ഹോമദ്രവ്യങ്ങളുടെയും ഒക്കെ വാസന ശ്വസിച്ചുകൊണ്ട് പ്യൂർ വെജിറ്റേറിയനായിട്ട് കഴിയണം. അല്ലെങ്കിലും മാന് വെജിറ്റേറിയനാണ്, മനസ്സിലായില്ലേ?
എവിടെയും പോവാതെ കണ്ട് എന്നർത്ഥം. എന്താ നോക്കുക 30-ാമത്തെ ശ്ലോകം. അഹോ കഷ്ടം, വളരെ കഷ്ടമായി എന്നാണ് പറഞ്ഞത്. ഭ്രഷ്ടോ അഹം ആത്മപദാം അനുപധാത് യത് വിമുക്ത സമസ്തസംഗസ്യ വിവിക്ത പുണ്യാരണ്യശരണ്യസ്യാത്മവദ ആത്മനി സർവേഷാം ആത്മാനം ഭഗവതി വാസുദേവേ തദനുശ്രവണമനന സങ്കീർത്തനാരാധനാനുസ്മരണാഭിയോഗേനാം ശൂന്യസകലയാമേന കാലേന സമാവേശിതം സമാഹിതം കാഷ്ണ്യേന മനസ്തസ്തു പുനർമാം അബുദ്ധസ്യാരൻ മൃഗസുതമനുപരിശ്രുസ്രാവ എന്നാണ് ശ്ലോകം. അപ്പോൾ അതിൻ്റെ വാക്കാർത്ഥം പറഞ്ഞത്, ആത്മാവിനെ അറിഞ്ഞവരുടെ മാർഗത്തിൽ നിന്ന് ഞാൻ ഭ്രംശിച്ചുപോയി. അതാണ് അണ്ടർ പ്രഷറാണെങ്കിലും ശരി, സംഘം കൊണ്ടാണെങ്കിലും ശരി, അറിവില്ലായ്മ കൊണ്ടാണെങ്കിലും ശരി, ഭ്രംശം വരരുത്. അപ്പോൾ വിമോചിക്കപ്പെട്ട സകല സംഘത്തോടു കൂടിയവനും ഏകാന്തമായ പുണ്യാരണ്യത്താൽ വസിക്കുന്നവനും, കാട്ടിലാണെങ്കിലും അതായത് ദോഷം കൊണ്ടാണെങ്കിലും പുണ്യം കൊണ്ടാണെങ്കിലും നമ്മളെ ഏകനാണ് എല്ലാ കാര്യത്തിലും എന്നുള്ളത് മനസ്സിലാക്കുക. വസിക്കുന്നവനും ആത്മാവിനെ അറിഞ്ഞവനും സകല പ്രാണികളുടെയും ആത്മാവും ഭഗവാനുമായ വാസുദേവനിൽ നിരന്തര ശ്രവണം, മനനം, സങ്കീർത്തനം, ആരാധനം, അനുസ്മരണം എന്ന ശ്രേഷ്ഠമായ യോഗത്താൽ ശൂന്യമാക്കാതെ ഇരിക്കുന്ന സകല യാമത്തോടു കൂടിയ, അതായത് ഒരു മിനിറ്റ് വെറുതെ ഇരുന്നില്ല എന്നാണ്, എല്ലാ യാമത്തിനെയും ഈശ്വരോപാസനയ്ക്ക് വേണ്ടി ഉപാസിച്ചു എന്നാണ്. ഇതാണ് കോപ്പി ചെയ്യാനുള്ള ആസക്തി വേണ്ടത്. അപ്പോൾ ഉറപ്പിക്കപ്പെടുകയും ചെയ്തു, അറിവില്ലാത്തവനായി തീർന്ന എൻ്റെ ആ മനസ്സാകട്ടെ പിന്നെ മൃഗപുത്രനെ അനുസരിച്ച് ദൂരെ തെറിച്ചു. അതിൻ്റെ ഭാവാർത്ഥം കേൾക്കുക. വിചാരത്തെ തന്നെ കാണിക്കുന്നു. അഹോ കഷ്ടം, ഞാൻ ആത്മജ്ഞാനികളുടെ വഴിയിലെത്തിയിട്ടും അതിൽ നിന്ന് താഴത്ത് വീണു വല്ലോ. അതികഷ്ടം. ഞാൻ സകല വിഷയാസക്തിയെയും ഉപേക്ഷിച്ചു ജനബാധയില്ലാത്ത പുണ്യാരണ്യത്തിൽ വാസം ഉറപ്പിച്ചു. ആത്മാവിനെ അറിഞ്ഞു. സകല ഭൂതാത്മാവായ ശ്രീ വാസുദേവന്റെ ചരിത്രം നിരന്തരം കേൾക്കുക, ചിന്തിക്കുക, കീർത്തിക്കുക, ഭഗവാനെ പൂജിക്കുക, ഭഗവത് രൂപം ധ്യാനിക്കുക എന്നിങ്ങനെയുള്ള പ്രവർത്തികളാൽ കാലം വ്യർത്ഥമാക്കാതിരിക്കുകയും. അത് ഇപ്പോൾ ചിലവരെ എന്നെ ആരംഭത്തിൽ ഇയാൾക്ക് ജീവിക്കാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞ കുടുംബക്കാരനെ, അത് താഴെ മീതെ എന്നൊന്നുമില്ല, എല്ലാവരും ഒരുപോലെ ആക്രമിച്ചിട്ടുണ്ട് നമ്മളെ, ശാരീരികമായിട്ടല്ല മാനസികമായിട്ട്. അപ്പോൾ അതിനൊക്കെ നമ്മൾക്ക് തുരത്താൻ സാധിക്കണം എങ്ങനെയാണ്? ഉറച്ച വിശ്വാസം, ദൃഢവിശ്വാസം. അതുകൊണ്ടാണ് പറഞ്ഞത്, വാസുദേവനിൽ മനസ്സുറപ്പിക്കുകയും ചെയ്തിരിക്കെ ആ മഹിമയെ ആലോചിപ്പാനുള്ള ബോധമില്ലാത്തവനായ എൻ്റെ ആ മനസ്സ്. അപ്പം മനസ്സാണ് നമ്മുടെ വ്യക്തിത്വത്തിനെ കളങ്കപ്പെടുത്തുന്നത്. ആ മനസ്സിനെ പിടിച്ചു നിർത്താനാണ് നാമജപം എന്ന് പറഞ്ഞു. പിന്നെ മൃഗപുത്രനോടുകൂടി ആ നിലയിൽ നിന്ന് എത്രയോ താഴത്ത് വീണു പോയല്ലോ എന്നാണ് പരിതപിച്ചത്. ഇനി 31-ാമത്തെ ശ്ലോകം. ഇത്യേവം നിഗൂഢ നിർവേദോ വിസൃജ്യ മൃഗീം ആദരം പുനർഭഗവൽ ക്ഷേത്രം ശീല മുനിഗണദൈതം സാലഗ്രാമം പുലസ്ത പുലഹാശമം കാലഞ്ചരാത് പ്രത്യാജകാമാം. അതായത് ഗണ്ഡകി നദിയുടെ തീരത്ത് അവിടെയാണ് ഈ സാളഗ്രാമങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത്. ചില പ്രത്യേകതരം പുഴുക്കൾ ആ പർവ്വത നിരയിലുള്ള ശിലകളെ തുരന്ന് പല രൂപത്തിൽ വൈഷ്ണവമായിട്ടും ശാക്തേയമായിട്ടും ശൈവമായിട്ടുള്ള സാളഗ്രാമങ്ങൾ നദിയിൽ തുരന്ന് അത് ഉരുണ്ട് കളിച്ച് അതിന് രൂപം വരും. അത് കേമന്മാർക്ക് വിദ്വാൻമാർക്ക് മനസ്സിലാവും ഇതാരാണ്. അതിനുള്ള നിഷ്ഠകളൊക്കെ മഹാഭാരതത്തിലും ഭാഗവതത്തിലും രാമായണത്തിലൊക്കെ പറയുന്നുണ്ട്. പക്ഷേ വായിച്ചു പഠിക്കാനുള്ള ക്ഷമമാണെന്ന് മാത്രം.
അപ്പോൾ അതിൻ്റെ വാക്കാർത്ഥം ഏതിൻ്റെ ശ്ലോകം 31 വാക്കാർത്ഥം ഈ മേൽക്കാണിച്ച വിധം ഏറ്റവും ഗൂഢമായ പശ്ചാത്താപത്തോടു കൂടിയതായിട്ട് മാതാവായ പേടമാനിനെ ഉപേക്ഷിച്ചിട്ട് കാലഞ്ചരം എന്ന പർവ്വതത്തിൽ നിന്ന് പിന്നെ വിഷയവിരക്തന്മാരായ മുനിമാർക്കും കൂടി പ്രിയപ്പെട്ടതും സാലം എന്ന വൃക്ഷം അടയാളമുള്ള ഗ്രാമത്തിലുള്ള അതാണ് സാലഗ്രാമം ഗ്രാമത്തിലുള്ളതുമായ പുലഹാശ്രമം എന്നു പേരായ ഭഗവത് ക്ഷേത്രത്തെ പ്രതിഗമിച്ചു. അവിടെ എത്തിച്ചേർന്നു ഈശ്വര നിയോഗം കൊണ്ട്. ഇനി അതിൻ്റെ വാക്കാർത്ഥം പറയണു. ഇങ്ങനെയുള്ള വിചാരപൂർവമായ പശ്ചാത്താപം ഉള്ളിലുണ്ടായ ഉടനെ അമ്മയായ മാൻപേടയെ വിട്ടുപിരിഞ്ഞു. കാലഞ്ചരം എന്ന പർവ്വതമാണ് ഇപ്പോൾ ജനിച്ചിരിക്കുന്ന സ്ഥലം. അവിടെ നിന്ന് പുറപ്പെട്ട് സാലഗ്രാമം എന്ന സ്ഥലത്തിൽ സകല വിഷയങ്ങളിലുള്ള ആസക്തിയെയും തീരെ വിട്ടിരിക്കുന്ന മുനിജനങ്ങൾക്ക് കൂടി വന്നു സേവിച്ചു കൊണ്ടിരിക്കുന്ന പുലഹാശ്രമം എന്നു സുപ്രസിദ്ധമായ ഭഗവത് ക്ഷേത്രത്തെ പ്രാപിച്ചു എന്നാണ് പറഞ്ഞത്. ഇനി ഈ 8ാമത്തെ ശ്ലോകത്തിലെ അവസാനത്തെ ശ്ലോകം നമ്പർ 32. തസ്മിന്നപികാലം പ്രതീക്ഷമാണ സംഘാശ്ച ഭൃശം ഉദ്വിഗ്ന ആത്മസഹചര ശുഷ്കപർണത്യ തൃണീവീരുധാ വർത്തമാനോ മൃഗത്വ നിമിത്താവസാനമേവ ഗണയൻ മൃഗശരീരം തീർത്ഥോദകക്ലിന്നമുത്സസർജ മൃഗശരീരം തീർത്ഥോദകക്ലിന്നമുത്സസർജ ഇതാണ് ശ്ലോകം. ആ ക്ഷേത്രത്തിലും സാലഗ്രാമം എന്നുള്ള സ്ഥലത്ത് സമയത്തെ കാത്തിരിക്കുന്നവനും സംസർഗത്തിൽ നിന്ന് ഏറ്റവും ഭയപ്പെട്ടവനും ഏകാഗിയുമായിട്ട് ഉണങ്ങിയ ഇലകൾ, പുല്ലുകൾ, ചെടികൾ എന്നിവയാൽ ശരീരരക്ഷ നിർവഹിക്കുന്നവനും മൃഗമാകുവാനുണ്ടായ കാരണത്തിൻ്റെ അവസാനത്തെ തന്നെ പ്രതീക്ഷിക്കുന്നവനുമായിട്ട് തീർത്ഥജലത്താൽ ആർദ്രമായിരിക്കുന്ന മൃഗശരീരത്തെ ഉപേക്ഷിച്ചു. ആ ശരീരത്തെ ഉപേക്ഷിച്ചു. ഇനി അതിന് ഭാവാർത്ഥം പറഞ്ഞു. ആ ക്ഷേത്രത്തിൽ വസിക്കുമ്പോഴും അന്ത്യകാലത്തെ കാത്തുകൊണ്ടിരുന്നു. യാരിലും ആസക്തി വയ്ക്കാതിരിക്കുന്നതിൽ വളരെ മനസ്സിരുത്തി ഏകനായിട്ടു മാത്രം സഞ്ചരിച്ചു. ഉണങ്ങി വീണ ഇലകൾ, പുല്ലുകൾ, ചെടികൾ എന്നിവ കൊണ്ട് ശരീര രക്ഷ ചെയ്തു. മൃഗമായി ജനിപ്പാൻ കാരണമായി ഭവിച്ച പ്രാരബ്ധത്തിൻ്റെ അവസാനം വരുന്നത് വരെ ആ മാതിരി കഴിച്ചുകൂട്ടി. അന്ത്യകാലമായി എന്നറിഞ്ഞ ഉടനെ തീർത്ഥത്തിൽ ഇറങ്ങി അർദ്ധശരീരം മുങ്ങുന്ന ആഴത്തിൽ ചെന്ന് നിന്നു. ആ മൃഗദേഹത്തെ ഉപേക്ഷിച്ചു. ഇതൊക്കെ എങ്ങനെ സാധിക്കണത്? ഭഗവാനെ ഉപാസിച്ച മനോബലം, ആത്മബലം കൊണ്ട് എന്ന് പറയുന്നു. ഇവിടെ നമുക്ക് ഈ അധ്യായം കഴിയാണ്. ഇതി ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പഞ്ചമസ്കന്ധേ സ്വരൂപസ്ഥിതി പ്രകരണേ ഭരതചരിതേ മനശ്ചാഞ്ചല്യ നിരൂപണം നാമ അഷ്ടമോധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സർവേശ്വരനായിരിക്കുന്ന ഈശ്വരൻ ബ്രഹ്മചൈതന്യമായിട്ട് നമ്മുടെ ഉള്ളിലിരിക്കണു എന്ന് മനസ്സിലാക്കിയാൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ലോകാ സമസ്താ സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ എന്ന് ആശംസിക്കാനുള്ള കഴിവ് നമ്മൾക്കുണ്ട്. അതിനെ നമ്മൾ വേണ്ട മാതിരി ഉപയോഗിക്കണം എന്ന് സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.